അങ്ങനെ നമ്മൾ ഗോവയിലെ അഗോഡ ഫോർട്ടിൻ്റെ ഏറ്റവും പീക്ക് ലെവൽ ഉയരത്തിലാണ് ഗായ്സ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതും ജീവിതവും ഒരു അടിമത്തം നിറഞ്ഞ താഴ്ന്ന ആളുകളുടെ ജീവിതം ഒക്കെ കൂടെ വേറൊരു തലം തന്നെയാണ്, വേറൊരു ഇവാനിഷ്. ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഗൈസ്, അണ്ടർഗ്രൗണ്ട് ഫോർട്ടിനകത്തേക്ക്. നമ്മുടെ പാലക്കാട് ഫോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ടിപ്പു സുൽത്താൻ്റെ. അതുപോലെ തന്നെ കേരളത്തിലുള്ള ബേക്കൽ ഫോർട്ടൊക്കെ എത്ര നടന്നാലും തീരൂല, അത്രയ്ക്കും അധികമുണ്ട്. 36 ഏക്കറാണ് പരന്നെടുക്കുന്നത്. ഇത് വേറൊരു വഴിയാണ് കേട്ടോ. നിഗൂഢത. നോൺ എ സിയുടെ 1300 ചോദിക്കുന്നത് ഒരു രാത്രി കിട്ടാ. ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഗൈസ്, അണ്ടർഗ്രൗണ്ട് ഫോർട്ടിനകത്തേക്ക്. അവിടെ അതിനുള്ളിൽ എന്താ ചിലപ്പോൾ ഇതെന്താന്ന് അറിയോ, ചിലപ്പോ കടലിന് ഉള്ളിലുള്ള ഫോർട്ടിക്കുള്ള വഴി. അതിനടി കൂടെ ഇതിന്റെ അടി കൂടെ വാ, ചിലപ്പോ അതന്നെ ആവുകടാ അങ്ങനെ. സെയിം. അതിൽ എൻട്രൻസ് അവിടെ. ഇതിന് വരെ കൂടെ കയറിയാലോ വേണ്ട. നമ്മൾ നേരത്തെ കണ്ടില്ല അണ്ടർഗ്രൗണ്ട്, കടലിന് കയറി വരുന്ന ആ വഴിയാണ് ഇത്. കപ്പലിലൊക്കെ ഇറങ്ങിയിട്ടേ കപ്പലിന് കയറി വരുന്ന വഴി. ഇതൊക്കെ അതിൻ്റെ അടിയിലുള്ള അണ്ടർഗ്രൗണ്ടുകളാണ്. അണ്ടർഗ്രൗണ്ട് അകത്തുണ്ടാവും ഒരുപാട്, എന്തായാലും ഒരുപാട് ആളുകളാണ് കാണാനായിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അടിക്ക് കൂടി കാണാനുള്ളൊരു അവസരം അല്ലേ, ഇതിൻ്റെ അടിയും കൂടി കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കണേ. അവിടെ താഴ്ത്തു പോയോ? ഒരു ജയിലറ ഇതിൻ്റെ താഴത്ത്. ജയിലറ തന്നെയാണോ? ഇതിൻ്റെ കുറേ ഫോട്ടൊക്കെ ഉണ്ട്, അവിടെ ഒക്കെ മൂടിയിട്ടുണ്ട്. എന്താടാ, ഇത് വേറൊരു വഴിയാണ് കേട്ടോ. നിഗൂഢത. അടുത്തൊക്കെ ചെറിയ വാച്ച് ടവർ ഉണ്ടാവും. ഇതൊക്കെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെട്ട സ്ഥലം എന്നിങ്ങനെ മാത്രമാണ്. നമ്മുടെ പാലക്കാട് ഫോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ടിപ്പു സുൽത്താൻ്റെ. അതുപോലെ തന്നെ കേരളത്തിലുള്ള ബേക്കൽ ഫോർട്ടൊക്കെ എത്ര നടന്നാലും തീരൂല, അത്രയ്ക്കും അധികമുണ്ട്. 36 ഏക്കറാണ് പരന്നെടുക്കുന്നത്. स्मॉल यूट्यूबर
इवानिश वंश क्या है आपका चैनल का नाम? ट्रैवल टेक विद आरजे। ट्रैवल टेक विद आरजे। आरजे। ഇത് ഫോർട്ടിലെ ചെറിയൊരു വാച്ച് ടവർ ആട്ടോ. വാച്ച് ടവർ സ്റ്റെപ്പുണ്ട്. അവിടെ ഒരു ചെറിയ മതിലുണ്ട് കേട്ടോ. അത് ഇടിഞ്ഞ് പൊളിഞ്ഞാടിയതാണ്. ഇവിടെ ഒന്നുമില്ല, ചെറിയൊരു സെറ്റപ്പ്. എന്താല്ലേ 400 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഈ ചുവരുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. നമ്മളിപ്പോൾ ഈ കാണുന്ന എന്താ വെച്ചാൽ അന്നൊക്കെ വളരെയധികം രാജകീയമായിട്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇല്ല, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയും രാജകീയമായിട്ടുള്ള ഒരു സംഗതിയായിരിക്കും അന്ന്. ആളുകൾ രാജാക്കന്മാരുടെ ആ പ്രത്യേക വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതും ആ ഒരു ജീവിതവും ഒരു അടിമത്തം നിറഞ്ഞ താഴ്ന്ന ആളുകളുടെ ജീവിതം ഒക്കെ കൂടെ വേറൊരു തലം തന്നെയാണ്, വേറൊരു റേഞ്ചാണ്. അങ്ങനെ നമ്മൾ ഗോവയിലെ അഗോറ ഫോർട്ടിൻ്റെ ഏറ്റവും പീക്ക് ലെവൽ ഉയരത്തിലാണ് ഗായ്സ്. റോഷൻ അവിടെ ഇട്ടാ. റോഷൻ ഇപ്പോൾ എത്തും. റോഷൻ ഒരുപാട് ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ അത് കഴിഞ്ഞാലാണ് അവൻ വരുള്ളൂ. നമ്മൾ ഈ സൈഡിൽ വീഡിയോ എടുക്കുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നല്ല രസകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ്. അടിപൊളി. ഇനി നമുക്ക് വൈകുന്നേരം വാഗ ബീച്ചിലേക്ക് പോകണം. കുറേ സ്നാക്സ് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ടിൻഡിയറയ്ക്ക് വന്നിട്ടുണ്ട്. റോഷ ഓർഡർ ചെയ്ത സാധനം എത്തി. നമ്മൾ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. ഇപ്പോൾ എത്തും. ഇപ്പോൾ ഈ സാധനം ഉണ്ടോ. അപ്പോൾ മച്ചാമാരെ, ഗോവ നമ്മൾ ബാഗ ബീച്ചിലേക്ക് പോകുന്ന വഴി ഇവിടെ റൂം നോക്കിയിട്ട് റൂമിൽ സാധനം വെച്ചിട്ട് പോകാവുന്ന പരിപാടിയിലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ഒരു 2-3 അധികം റൂമുകൾ നോക്കിയിട്ടോ. ഒക്കെ നോൺ എ സി അടക്കം 1300ആണ്. നോൺ എ സി അടക്കം 1300ആണ് ചോദിക്കുന്നത് ഒരു രാത്രി കിട്ടാ. ഒരു 8 മണി വരെ ഉള്ളതിന് ഒരു 6 മണിക്കൂർ കിടന്ന് ഉറങ്ങുന്നതിനാണ് 1300-1500 ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ജോമ ഗസ്റ്റ് ഹൗസിന് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബാഗ ബീച്ചിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ പുറത്തേക്കാണ്. ഇവിടെ വെറും 800 രൂപയാണ് പറഞ്ഞത്. അടിപൊളി റൂമാണ് എന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ റൂം കേട്ടോ. കണ്ടോ, അത്യാവശ്യം 700 രൂപയൊക്കെ ഇതൊക്കെ നല്ല പുറത്താണ്. നോക്കിക്കേ, ഡബിൾ ബെഡ്, പിന്നെ TV, ഫാന്, AC അല്ല എന്നുള്ളൂ കേട്ടോ, നോൺ AC ആണേ. പിന്നെ എന്താ ബാൽക്കണിയിൽ 2 ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റായിട്ട് 2 സാധനം അടിക്കേണ്ടവർക്ക് ഇവിടുന്ന് നല്ല സാധനം അടിക്കാം. അങ്ങനെയുള്ള പിന്നെ ബാത്റൂം നോക്കിയൊക്കെ നല്ല വിശാലമായിട്ടുള്ള, വളരെയധികം നല്ല വിശാലമായിട്ടുള്ള ബാത്റൂം കണ്ടോ. ഓക്കെ, പെട്ടെന്ന് ഞങ്ങൾക്ക് ബാഗ ബീച്ചിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ മച്ചന്മാരെ, ഇനി ബാഗ ബീച്ചിലെ നൈറ്റ് വീഡിയോ ആയിട്ട് കാണാം.